ശാസ്ത്രത്തിന്റെ ലോകത്ത് വിപ്ലവകരമായ ചിന്തകളും പുതിയ കണ്ടുപിടുത്തങ്ങളും സമ്മാനിച്ചു ഗലീലിയോ. ഗലീലിയോയുടെ വിപ്ലവകരമായ ചിന്തകളെയും ദർശനങ്ങളെയും അതിശക്തമായി വിമർശിച്ചു അന്ന് വത്തിക്കാൻ. 1994 വത്തിക്കാൻ ഗലീലിയോയുടെ സ്മരണാർത്ഥം 2 സ്റ്റാമ്പുകൾ പുറത്തിറക്കി. ചരിത്രം അങ്ങനെയാണ്. ചിന്തകളെ ചുട്ടുകരിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്യുന്നവർ തന്നെ അത് ചികഞ്ഞെടുത്ത് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പുതിയ ചിന്തകളും കണ്ടെത്തലുകളുമായി ശാസ്ത്രം മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. പോയ ദിവസത്തിന്റെ ചൂടുള്ള മത്സരത്തിനൊടുവിൽ യാഗം പൂർത്തിയാക്കി യജ്ഞത്തിന്റെ ആദ്യഘട്ടവും പിന്നിട്ട് യജ്ഞത്തിന്റെ 2ാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത് പണിക്കർ ഈ ദിവസം തന്റെ മത്സരം തുടരുവാൻ വേണ്ടി യജ്ഞത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത്, പ്ലീസ് വാക്ക് ഇൻ. ഗുഡ് ഈവനിങ്. ആൻഡ് ഇന്നലെ നമ്മൾ കണ്ടുപിരിഞ്ഞെടുത്തതെന്ന് ഇത് വീണ്ടും തുടങ്ങുന്നു. പ്ലീസ്. താങ്ക് യു. പിന്നെ ഹൗ വാസ് യെസ്റ്റർഡേ? തുടക്കം പാളിയെങ്കിലും വിക്സാനയിൽ നിന്ന് തുടങ്ങിയ സഞ്ചാരം പിന്നീട് ഗംഭീരമായി മുന്നോട്ട് പോയി. ശ്രീജിത്തിന്റെ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കൾച്ചറൽ ആക്ടിവിറ്റീസ് നേതാജിയെ കുറിച്ചുള്ളത് നമ്മൾ പറഞ്ഞു. അതല്ലാതെ കലാപരിപാടികൾ, കലാപ്രവർത്തനങ്ങൾ അങ്ങനെ എന്തെങ്കിലും? പണ്ട് മോണോ ആക്ടിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഏത് വർഷം? അത് 1993-94 ആ പീരീഡിലാണ്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. 10 വയസ്സ് പ്രായം. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വിന്നർ ആയിരുന്നു. ആ സ്റ്റേറ്റിൽ പങ്കെടുത്തു. പിന്നീട് കുറേയധികം ക്വിസ് ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ടെലിവിഷനിൽ ഉൾപ്പെടെ. ഇപ്പോൾ കോർപ്പറേറ്റ് ക്വിസസ് വരാറുണ്ട്. അപ്പം IBSനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് അത്തരം കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സുഖം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇന്നലെ വെളിച്ചം വീണു. അതെ, വെളിച്ചം അണഞ്ഞു, അല്ലെങ്കിൽ ചുവന്ന ലൈറ്റ്, ചുവന്ന വെളിച്ചം. ശ്രീജിത്ത് വിചാരിച്ച സ്ഥലം എ കോണ്ടിനെന്റ്സിൽ, എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഭൂഖണ്ഡങ്ങളിൽ ഉള്ള ഒരു സ്ഥലമാണ്. അതെ. ഏഷ്യയിൽ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ? അതെ. USA-യിൽ? അതെ. അതൊരു സ്റ്റേറ്റോ നഗരമോ ആണോ? അതെ. ഒരു സ്റ്റേറ്റ് ആണോ? അല്ല. ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ്? അതെ. ആ വ്യക്തി അമേരിക്കക്കാരനാണ്? ലൈഫ് ലൈൻ സ്വീകരിക്കുന്നു. ലൈഫ് ലൈൻ ആണ്. ഒരു വ്യക്തിയുടെ പ്രധാന പ്രസക്തി അല്ല പറഞ്ഞത്, പ്രസക്തി എന്നാണ്. അല്ല, ആ സ്ഥലം അല്ലല്ല ഞാൻ ചോദിച്ചത്. ആ സ്ഥലത്തിന്റെ പ്രധാന പ്രസക്തിയാണ് ചോദിച്ചത്. പ്രധാന വാക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വ്യക്തി ഉണ്ട് എന്ന്. പ്രസക്തി എന്ന് പറഞ്ഞാൽ റിലവൻസ് ഓഫ് ദ പ്ലേസ് എന്നല്ലേ പറയുന്നത്? പ്രസക്തിയുടെ ഇംഗ്ലീഷ് ഈസ് റിലവൻസ്. ഒരു വ്യക്തിയുടെ പ്രസക്തി കൊണ്ടല്ല ആ സ്ഥലം പ്രാധാന്യമുള്ളതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട വ്യക്തിയും അല്ല, ഞാൻ ചോദിച്ചത് ആ സ്ഥലത്തിന്റെ പ്രസക്തി ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടാണോ, പ്രശസ്ത വ്യക്തിയുമായി ബന്ധപ്പെട്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. പ്രസക്തി എന്ന് പറഞ്ഞാൽ ദ റിലവൻസ് ഓഫ് ദറ്റ് പ്ലേസ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിന് റിലവൻസ് ഉണ്ടാവണം. ദ റിലവൻസ് ഓഫ് ദറ്റ് പ്ലേസ് ഈസ് ഡ്യൂ ടു എനി ഫേമസ് പേഴ്സൺ എന്നായിരുന്നു എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് താങ്കൾ അതേ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വ്യക്തി അമേരിക്കക്കാരനാണോ എന്ന് ചോദിച്ചത്. സോ ഐ വിൽ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. Whether the relevance of that particular place is due to a famous personality? No. അല്ല. ഒരു പ്രശസ്ത വ്യക്തിയുമായി ബന്ധപ്പെട്ടല്ല ആ സ്ഥലത്തിന്റെ പ്രസക്തി. അല്ല. വ്യാവസായികമായോ കലാപരമായോ കായിക മേഖലയുമായോ ബന്ധപ്പെട്ട പ്രസക്തിയുണ്ടോ ആ സ്ഥലത്ത്? പ്രസക്തി ഉണ്ടോ എന്നല്ല, പ്രധാനപ്പെട്ട പ്രസക്തി. വ്യവസായം, കല, സ്പോർട്സ്? ഇല്ല. ഇല്ല. ഇല്ല.
ആ സ്ഥലത്തിന്, ആ സിറ്റിക്ക് ഏതെങ്കിലും ജിയോഗ്രഫിക്കൽ സോബ്രിക്കറ്റ്സ് ഉണ്ടോ? ജിയോഗ്രഫിക്കൽ സോബ്രിക്കറ്റ്സ് എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രപരമായ വിശേഷണങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, ദ സിറ്റി ഓഫ് ടിയേഴ്സ് എന്ന് പറയുന്നത് പോലെ. അതെനിക്ക് ലൈഫ് ലൈൻ വേണം. ലൈഫ് ലൈൻ. സോ ദാറ്റ് വാസ് ദ ലൈഫ് ലൈൻ. ഓക്കെ, ഫൈൻ. ആ സ്ഥലത്തിന്റെ പേര്, ആ സ്ഥലം ആരംഭിക്കുന്നത് ABCDEFGHIJ എന്നീ അക്ഷരങ്ങളിലൊന്നിലാണോ? അല്ല. KLMNOP എന്നീ അക്ഷരങ്ങളിലൊന്നിലാണോ? അല്ല. QRST എന്നീ അക്ഷരങ്ങളിലൊന്നിലാണോ? അല്ല. ഒരു വവലിലാണോ ആ സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത്? അല്ല. ഇസഡിലാണോ ആ സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത്? അല്ല. Whether that place has any connection by any way with any festivals? ലൈഫ് ലൈൻ. Life line. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിന്റെ പേരിലും അറിയപ്പെടുന്ന സ്ഥലമല്ല. അല്ല. Is it one of the 15 biggest cities in USA? അല്ല. The name of the place starts with Y? അല്ല. ആ സ്ഥലം ഏതെങ്കിലും നെഗറ്റീവ് റീസൺസ് കൊണ്ട്, കുപ്രസിദ്ധമായ കാരണങ്ങൾ കൊണ്ട് റിലവൻ്റ് ആണോ ആ സ്ഥലം? അതെ. ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ടോ അവിടെ? ഉണ്ട്. അതെ. യെസ്. അതൊരു റേഷ്യൽ കാരണമായിരുന്നു, റേഷ്യൽ ഇഷ്യൂ ആയിരുന്നു? അല്ല. അല്ല. ആ ഉത്തരം മിസ്ഗൈഡ് ആയിരുന്നു. കാരണം അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഒരു വർഗപരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ട് അതിനകത്ത്. സബ്ഡ്യൂഡ് ആണെങ്കിൽ പോലും. സബ്ഡ്യൂഡ് ആണ്. അതാണ് പ്രസക്തി. സബ്ഡ്യൂഡ് ആണെങ്കിൽ പോലും. ആ സ്ഥലത്തിന്റെ പേര് അവസാനിക്കുന്നത് N എന്ന അക്ഷരത്തിലാണോ? അല്ല. മുതലാളി തൊഴിലാളി വ്യത്യാസം ഉണ്ടായിരുന്നോ ആ സംഭവത്തിന്? മുതലാളി തൊഴിലാളി ഇല്ല. Congrats, Sreet. Thank you. You have won rupees 1 lakh from Korea. പറയൂ. വാക്കോ ആണ് ഉദ്ദേശിച്ചത്. 1990. ഏതാണ്? വാക്കോ. ടെക്സാസിനടുത്തുള്ള സ്ഥലമാണ്. വാക്കോയിൽ 1993 വാക്കോ സീച്ച്, ബ്രാഞ്ച് ഡവീഡിയൻസിന്റെ, താങ്കൾക്കറിയാമല്ലോ. വാക്കോ ദുരന്തം ഒരു കെട്ടിടത്തിനകത്ത് ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ ഭാഗമായി ആ കെട്ടിടത്തിനകത്തുണ്ടായിരുന്നത്. അവരിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ വേണ്ടി സേന നടത്തിയ ശ്രമം, ആ ശ്രമത്തിനിടെ എങ്ങനെ എന്ന് ഇപ്പോഴും തെളിയിക്കപ്പെടാതെ ഉണ്ടായ ഒരു തീപിടുത്തം. ആ തീപിടുത്തത്തിൽ വെന്ത് വെണ്ണീറായി പോയത് അവരെല്ലാം. ഡേവിഡും ആ കൂട്ടത്തിൽ മരിച്ചു. അതുകൊണ്ട് തന്നെ അത് സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ തീപിടുത്തമാണോ സ്വയം ചെയ്തതാണോ എന്ന് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലേ? വാക്കോ. വാക്കോ ദുരന്തം. വാക്കോ ദുരന്തം ഒരു മതപര സംഘമായ അമേരിക്കൻ ഫെഡറൽ ആൻഡ് ടെക്സാസ് സ്റ്റേറ്റ് ലോ എൻഫോഴ്സ്മെന്റിന്റെ ഡാവീഡിയൻസും മിലിറ്ററിയും തമ്മിലുള്ള സംഘർഷങ്ങളായിരുന്നു. 1993 ഫെബ്രുവരി 28 മുതൽ ഏപ്രിൽ 19 വരെയുള്ള കാലാവധിയിലാണ് ഈ സംഘർഷങ്ങൾ നടന്നതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഡേവിഡ് കൊറേഷ് നയിച്ച ഡവീഡിയൻ സംഘം നടത്തിയ സായുധ വിപ്ലവത്തെ തുടർന്ന് ബ്യൂറോ ഓഫ് ആൽക്കഹോൾ, ടൊബാക്കോ ആൻഡ് ഫയർ ആംസ് ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. So, Srijit, now you have completed യജ്ഞം. ഇപ്പൊ യജ്ഞം പൂർത്തിയാക്കി. ശരി. ഇപ്പോൾ താങ്കളുടെ മുമ്പിൽ 2 ഓപ്ഷൻ. മത്സരം ധീരമായി മുന്നോട്ട് കൊണ്ടുപോകാം രാജസൂയത്തിൽ. മുന്നോട്ട് പോയാൽ രാജസൂയത്തിൽ പരാജയപ്പെട്ടാൽ അവസാന ഘട്ടമാകുമ്പോൾ അത് 10,000 താഴും. ശരി. എന്താണ് തീരുമാനം? പൈസയല്ല പ്രധാനം. മുന്നോട്ട് പോകാം. റെഡി? ശ്രീജിത്ത് പണിക്കർ ധീരമായി രാജസൂയത്തിൽ മുന്നോട്ട് പോട്ടെ. ശ്രീജിത്ത് പണിക്കർ രുക്സാനയിൽ തുടങ്ങി വാക്കോ ദുരന്തം വരെ എത്തി നിൽക്കുന്നു, വാക്കോയിൽ വരെ എത്തി നിൽക്കുന്നു. രാജസൂയത്തിൽ ശ്രീജിത്ത് പണിക്കർക്ക് സർവ്വവിധാശംസകളും നമുക്ക് നേരാം. ശ്രീജിത്ത് പണിക്കർ യജ്ഞം പൂർത്തിയാക്കി രാജസൂയത്തിലേക്ക് കടക്കുകയാണ്, അല്ലേ? അതെ. ഇരിക്കും. ശ്രീജിത്ത്, രാജസൂയത്തിന്റെ ഫസ്റ്റ് റൗണ്ട് ശ്രീജിത്തിന് സേഫാണ്. കാരണം യജ്ഞത്തിൽ ക്വിറ്റ് ചെയ്താൽ കിട്ടുന്ന അതേ എമൗണ്ട് 25,000 രൂപ
രാജസൂയത്തിന്റെ ഫസ്റ്റ് റൗണ്ടിൽ പരാജയപ്പെട്ടാലും ശ്രീജിത്തിനെ അതെ അതെ. കോൺഫിഡന്റ് ആണ്? അല്ല അല്ല. അല്ല. അപ്രൂവബിളായ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള 9 പേരെ കണ്ടുപിടിക്കുന്ന അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. അല്ല. ഇറ്റ്സ് എ ടഫ് ടാസ്ക്. വെരി ടഫ്. വെരി ടഫ് ടാസ്ക്. ശരി, എനിഹൗ സർ, അദ്ദേഹം വിചാരിച്ച വ്യക്തി ഇസ് ഇൻ അപ്രോച്ച്. ശ്രീജിത്തും ഒരുമിച്ച് നമുക്ക് പ്രവേശിക്കാം വിശ്വജ്ഞാനത്തിന്റെ ഉജ്ജ്വലവും തീക്ഷ്ണവുമായ ചൂടുള്ള ആവേശഭരിതമായ മേഖലയിലേക്ക്. രാജസൂയം. ശ്രീജിത്ത് വിചാരിച്ച വ്യക്തി ഏഷ്യനാണോ? അതെ. ആണ്. അതെ. ഓ, ആദ്യമായിട്ടാണ് ശ്രീജിത്ത് ഏഷ്യക്കാരനെ വിചാരിക്കുന്നത്. ഇന്ത്യൻ? അതെ. ആണ്. അതെ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആവേശം കൊണ്ട ശ്രീജിത്ത് ഈ മത്സരത്തിൽ ഉടനീളം ആദ്യത്തെ ഒരു തവണ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിലെ ആരെയും കുറിച്ച് അഭിമാനം കൊള്ളണം എന്ന് തോന്നിയില്ല. അതൊരു ധീര വനിതയായിരുന്നു. അല്ലാതെ പിന്നീട് ഒരിക്കലും ശ്രീജിത്ത് ഭാരതത്തിലേക്ക് തിരികെ വന്നിട്ടേ ഇല്ല. ഒരു ഗെയിം ഫോർമാറ്റ് ആയതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തു. മലയാളി? അതെ. അഭിമാനപൂരിതമാകണം അന്തരംഗം. മലയാളിയാണ് വിചാരിച്ചത്. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം അല്ല. സാഹിത്യം? അതെ. ചെറുകഥാ നോവൽ? അതെ. തൂലികാനാമമോ പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. തൂലികാനാമം ഉണ്ടായിരുന്നു. ഇല്ല. പെൻനെയിമും ചുരുക്കപ്പേരും ഒന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. തൂലികാനാമമില്ല. ചെറുകഥാ നോവൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ അതെ എന്ന് പറഞ്ഞല്ലോ. ചെറുകഥയേക്കാൾ കൂടുതൽ പ്രസക്തം നോവലായിരുന്നു. അതെ. അതെ. ആണ്. അതെ. ദേശീയ പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്? ഇല്ല. അത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലെവലിലുള്ള അവാർഡ്, ദേശീയ കേന്ദ്ര സാഹിത്യ അക്കാദമി. നാഷണൽ ലെവലിലുള്ള അവാർഡും ഉണ്ട്. ഉണ്ട്. നാഷണൽ ലെവലിൽ അവാർഡുണ്ട്. നാഷണലി റെക്കഗ്നൈസ്ഡ് ആണ് അദ്ദേഹം. റെക്കഗ്നൈസ്ഡ് ആണ്. So, question number 14 was a lifeline. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒന്നാണോ അദ്ദേഹത്തിന്റെ? അല്ല. ഏതെങ്കിലും വവ്വലിലാണോ പേരാരംഭിക്കുന്നത്? അല്ല. സ്ഥലപ്പേരല്ല ഞാൻ ചോദിച്ചത്. അതെ. അദ്ദേഹത്തിന്റെ എഴുതുമ്പോൾ കാണുന്ന പേരാരംഭിക്കുന്നത് ഒരു വവ്വലിലാണോ? അല്ല. 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 അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം സമുദായ നാമം ഉണ്ടായിരുന്നു? ഇല്ല. റിയലിസ്റ്റിക് സ്വഭാവമുള്ള അല്ലെങ്കിൽ സർറിയലിസ്റ്റിക് സ്വഭാവമുള്ള കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടോ? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. അങ്ങനെയല്ല, ഫിക്ഷനൊക്കെ തന്നെയാണ്. അത് തന്നെ അദ്ദേഹത്തിന്റെ ഫിക്ഷൻ എന്ന് പറയുന്നത് ആധുനിക സ്വഭാവമുള്ള റിയലിസ്റ്റിക് സ്വഭാവമുള്ള കൃതികളൊന്നും അല്ല. കൺവെൻഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ കൃതികൾ തന്നെയാണ്. സാഹിത്യത്തിനുപരിയായി മറ്റേതെങ്കിലും മേഖലയിലും അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഔദ്യോഗിക രംഗത്തുള്ള ആളാണ്. മറ്റു ജോലി ചെയ്തിരുന്ന ആളാണ്. ആണ്. അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗിക രംഗമായിട്ട് അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അല്ല, സിവിൽ സർവീസ് പോലെ ഉയർന്ന സ്ഥലങ്ങളിലൊന്നും ഇല്ലെങ്കിലും ഔദ്യോഗിക രംഗവുമായി അദ്ദേഹം സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക രംഗങ്ങളുണ്ടായിരുന്നു. മരണം 2000-ന് ശേഷമായിരുന്നു? അല്ല. സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ട പേരുകളിലൊന്നാണ്. പക്ഷേ സ്വാഭാവികമായതുകൊണ്ട് സ്വാഭാവികമായി താങ്കളെ പോലെ തന്നെ ഞാനും ആ ഒരു പിരിമുറുക്കത്തിലാണല്ലോ. മലബാർ എന്ന് പറയുമ്പോൾ മലബാറാണ്.
അല്ല, ഏത് ജില്ലകൾ ഉൾപ്പെടാമെന്ന് എനിക്ക് മലബാറല്ല. അല്ല, ദാറ്റ് വാസ് ഓൾസോ എ ലൈഫ് ലൈൻ. കോട്ടയം ജില്ല അല്ല അല്ല അല്ല. അല്ല. കാൽപ്പനികതയായിരുന്നു അദ്ദേഹത്തിന്റെ രചനയുടെ പ്രധാന വശം. ലൈഫ് ലൈനാണ്. ലൈഫ് ലൈൻ വേണം. കാൽപ്പനികമായിരുന്നു. ആയിരുന്നു. കാൽപ്പനികതയുണ്ട് അതിനകത്ത്. റൊമാൻറ്റിക് ആയിരുന്നു. ഞാൻ മുഴുവൻ കൃതികളൊന്നും വായിച്ചിട്ടില്ല അല്ല, കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകൾ കാണുമല്ലോ. ആ മാസ്റ്റർ പീസുകളിൽ കാൽപ്പനികത ആയിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ വർക്കുകൾ വല്ലതും സിനിമയാക്കിയിട്ടുണ്ടോ? അത് സംശയമുണ്ട്. സംശയമുണ്ട്. ലൈഫ് ലൈൻ ഇനി മിച്ചമുണ്ടോ സർ? ഇല്ല. ഇല്ല. ഓൾ ദ ലൈഫ് ലൈൻസ് ആർ ഓവർ. ഓ, then you should say yes or no. നിങ്ങളുടെ ഉത്തരം ശരിയാണ് എങ്കിൽ മത്സരം മുന്നോട്ട് പോകും. ഉത്തരം തെറ്റാണ് എങ്കിൽ you will be disqualified because you have used all your 5 life lines. പലതും ആവശ്യമില്ലാതെ യൂസ് ചെയ്തതാണ് ലൈഫ് ലൈൻ. 5 ലൈഫ് ലൈൻ ഉപയോഗിച്ച് തീർന്നു നേരത്തെ. will be run out. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകരുതേ എന്ന് പ്രാർത്ഥിക്കാം. yes or no? I'll go for a guess. No. no. കറക്റ്റ് തന്നെയാണ് അല്ലേ സർ? അല്ല, സിനിമയാക്കിയിട്ടുണ്ട്. സിനിമയാക്കിയിട്ടുണ്ട്. കഥ സിനിമയാക്കിയിട്ടുണ്ട്. So that's a wrong answer. Wrong answer. Unfortunately, I hope the red light will be on. Yeah, no problem. അത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ ശക്തിക്ഷയം സംഭവിക്കും. അല്ല, പക്ഷേ അതല്ല. ശക്തി മുഴുവൻ അതല്ല, അതുകൊണ്ടല്ല പ്രിയപ്പെട്ട ശ്രീ വി കെ ശ്രീരാമൻ, അദ്ദേഹം 21 ചോദ്യങ്ങൾ വരെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ he would have been won. അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു. കാരണം ഈ രാത്രിയിലെ എന്റെ മൈൻഡ് സെറ്റും ശരിയല്ല. മലയാളത്തിലെ ഒരു സാഹിത്യകാരനെ 10 ചോദ്യങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കേണ്ടതാണ് ഞാൻ സാധാരണഗതി. ഞാനും അത്ഭുതപ്പെട്ടു. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. അല്ല, അദ്ദേഹത്തിന് ഞാൻ ഒരു കൃതിയുടെ പേര് പറയൂ സാർ. എന്തായാലും മത്സരം കഴിഞ്ഞല്ലോ. ഒരു കൃതിയുടെ പേര് പറയൂ. മനുഷ്യന്റെ ആത്മകഥ, നമ്മുടെ ഭരണചക്രം, നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഇതാണ്. താങ്കൾ ഒരു പക്ഷേ ഇപ്പൊ എന്നോട് യോജിക്കുന്നുണ്ടാവും. ശരി, താങ്കളിൽ നിന്ന് തന്നെ ഉത്തരം പറയട്ടെ. ടാറ്റാപുരം സുകുമാരൻ. ടാറ്റാപുരം സുകുമാരൻ. ടാറ്റാപുരം സുകുമാരന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, That's okay. ഞാൻ മുമ്പത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ ഇതൊരു ഗെയിം ആണല്ലോ, അപ്പൊ മുന്നോട്ട് പോകട്ടെ. പിന്മാറാൻ പക്ഷെ താല്പര്യം. കുഴപ്പമില്ല. യു ആർ ഗെറ്റിംഗ് വാട്ട് യു ഹാവ് ബീൻ. അതെ, there is no loss also. നിങ്ങൾക്ക് നഷ്ടമില്ല, ലോസ് ഇല്ല. കിട്ടിയത് കിട്ടുമായിരുന്ന എമൗണ്ട് ഇപ്പോഴും Correct, കിട്ടും. correct. പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. അല്ല, ഞാനത് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തു, പക്ഷെ അതൊന്നും അപ്രൂവ്ഡ് ആയിരുന്നില്ല. ടാറ്റാപുരം സുകുമാരൻ ഇസ് എ വെരി ഗുഡ് ഗസ്. അതെ, നല്ല രസം. നല്ല ഗസ്സായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വായിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ടാറ്റാപുരം സുകുമാരൻ 1923 ഒക്ടോബർ 22 കൊച്ചിയിലെ കലൂരിൽ ജനിച്ച മലയാള സാഹിത്യകാരനാണ് ടാറ്റാപുരം സുകുമാരൻ. ചെറുകഥകൾ, നോവലുകൾ, യാത്രാവിവരണങ്ങൾ, കുട്ടികളുടെ സാഹിത്യം, നാടകങ്ങൾ, തർജ്ജമകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി 80ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനകൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഥാസമാഹാരമായ പായസത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും മനുഷ്യന്റെ ആത്മകഥ, നമ്മുടെ ഭരണചക്രം തുടങ്ങിയ കൃതികൾക്ക് ദേശീയ അവാർഡും ലഭിച്ചു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത അദ്ദേഹം 11 യൂറോപ്യൻ നാടുകളിൽ, സിംഗപ്പൂർ യാത്രാചിത്രങ്ങൾ, നയാഗ്രയുടെ നാട്ടിൽ, ആഫ്രിക്കൻ പൂർവ്വദേശങ്ങളിൽ തുടങ്ങിയ ജനപ്രിയ യാത്രാ വിവരണങ്ങൾ രചിച്ചു. ജന്മഭൂമി എന്ന ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചു. But it was a great performance from your part, Mr. Srijit, and give him a big hand. Thank you. Please give Mr. Srijit a standing ovation. And Shilpa, please come. ശ്രീജിത്ത് വെറും കൈയോടെ അല്ല പോകുന്നത്. ടാറ്റ. ഈ അശോപഹാരം ശ്രീജിത്ത് ഇത് ഒരു സുഹൃത്തിനോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം മിർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിന്റെ കായലോരം റിസോർട്ടിൽ പോയി താമസിക്കണം. ശരി. And you are winning a cash award of 25,000 from Mir Realty. Thank you. Well done. Thank you. ശ്രീജിത്ത്,
ഉജ്ജ്വലമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചു. രുക്സാനയിൽ തുടങ്ങി ടാറ്റാപുരം സുകുമാരൻ വരെ എത്തി നിൽക്കുന്ന മനോഹരമായ പോരാട്ടത്തിനൊടുവിൽ ശ്രീജിത്ത് പ്രേക്ഷക മനസ്സുകളോട് യാത്ര ചോദിക്കും.